ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഒത്തിരി മക്കൾ വിഷമിക്കുന്നുണ്ട്, അസുഖങ്ങളും ഒക്കെ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ബിന്ദു പ്രദീപ്, ജയാനിൽ, ഗോകുൽ, വത്സല, രാധ, രുക്മിണി മോഹൻ, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, സ്മിത, ഓമനയമ്മ, ആ മകൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രസന്ന, അതുപോലെ തന്നെ ബിജു. ഇനിയും മക്കളുണ്ട്. ഞാൻ ഇത്രയാണ് ഇന്ന് എഴുതിയത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അസുഖങ്ങളുള്ള മക്കൾക്ക് ഭഗവാൻ രക്ഷിക്കട്ടെ. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭജിച്ചിട്ട് ശ്രീരാമനാമം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ, ശ്രീകൃഷ്ണനാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ശ്രീരാമനാമം ജപിമനമേ. നമുക്കിന്ന് ഉമാമഹേശ്വര സംവാദം. ഉമ പാർവതിദേവി. പാർവതിദേവിക്ക് പരമേശ്വരൻ ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് സംവാദം. നമുക്കത് വായിക്കാം. എല്ലാ മക്കൾക്കും ഭക്തി വർദ്ധിക്കണം, എല്ലാവർക്കും സ്നേഹവും ഈശ്വരൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകണം. നമുക്ക് വായിക്കാം. കൈലാസ അചലേ സൂര്യകോടി ശോഭിതേ, വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം, മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം, വന്ദിച്ചോ വാമോ ഉത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി, ചോദിച്ചോ ഭക്തിയോടെ. എങ്ങനെയുള്ളതാണ് കൈലാസ അചലേ? കൈലാസ പർവ്വതത്തിൻ്റെ അവിടെ കോടി സൂര്യപ്രഭ പോലെ ശോഭിച്ച് അവിടെ വിമലാലയ രത്നപീഠത്തിൽ സംവിഷ്ടം, അത് എങ്ങനെയാണ്? ധ്യാനനിഷ്ഠനായി ഇരിക്കുന്ന സംവിഷ്ടം, ധ്യാനനിഷ്ഠം, ഫാലലോചനം, മുനിസിദ്ധ ദേവാദിസേവ്യം, എല്ലാ ദേവന്മാരും എല്ലാം സേവിച്ചിരിക്കുന്ന ആ നീലലോഹിതമായിരിക്കുന്ന ഭർത്താരം ആ ഭഗവാൻ പരമശിവനോട് വിശ്വേശ്വരം വന്ദിച്ചു. ആരാ? ഹൈമവതി എന്ന് വെച്ചാൽ പാർവതിദേവി വന്ദിച്ചു. അപ്പം കൈലാസത്തിൽ ആ പർവ്വതത്തിൽ ഇരിക്കുന്ന ഭഗവാൻ പരമേശ്വരനോട് ഭാര്യയാകുന്ന പാർവതിദേവി ഉമ എന്നിട്ട് വന്ദിച്ച് എങ്ങനെ ഇരിക്കുക പാർവതിദേവി? ഭഗവാന്റെ വാമോ ഉത്സംഗേ ഇരിക്കുകയാണ്. ഇടത്ത്, വാമഭാഗം ഇടത്താണ് ചേർന്ന് ഇരിക്കുന്ന, അങ്ങനെ വാഴുന്ന ഭഗവതി. ഭഗവാനോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്ന ആ ദേവി, സുന്ദരിയായിരിക്കുന്ന ആ ഹൈമവതി
ചോദിച്ചു, ഭക്തിയോടെ ചോദിക്കുന്നു. കൈലാസ അചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. നമുക്കും ഭഗവാനോട് പോലെ ഭക്തിയോടെ ചോദിക്കണം. എന്താ? നമുക്കും വേണ്ടുന്നതൊക്കെ ചോദിക്കാം. ഭഗവാൻ പരമേശ്വരൻ എല്ലാവർക്കും, നമ്മളെല്ലാം പാർവതിമാരാണ്. നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് എന്താ ആവശ്യം ചോദിക്കാം. അവിടെ സുന്ദരിയായിരിക്കുന്ന ആ ഭഗവതി ഹൈമവതി എന്ന് വെച്ചാൽ പർവ്വതപുത്രിയാണല്ലോ പാർവതി. ഭഗവാനോട് ചോദിക്കുന്നത് എന്താ ചോദിക്കുക? സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം. അത്രമാത്രം രഹസ്യമായിരിക്കുന്ന ഒരു വസ്തുവാണ് അത്. എത്രയും മഹാനുഭാവന്മാരായിരിക്കുന്ന മഹാത്മാക്കളായിരിക്കുന്ന ജനങ്ങൾ. ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ദേവി പറയുന്നു, ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, മഹാത്മാക്കളായ ഭക്തന്മാർ അത്രമാത്രം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ ചെയ്തത് കാണും തോറും ഭഗവാൻ അവർക്കെല്ലാം ഉപദേശം കൊടുക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആകയാൽ ഞാനും ഉണ്ടൊന്ന് നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാനും അവളുടെ ഭക്തനാണല്ലോ, അതുകൊണ്ട് എനിക്കും ഒന്നറിയാനുണ്ട്. എന്താ ചോദിക്കുന്നത്? കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. എനിക്കും ആകാംക്ഷയുണ്ട്, എനിക്കും ഉപദേശം കേൾക്കാനുള്ള അത്രമാത്രം അത്യാഗ്രഹം, അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കാരുണ്യം, എന്നോട് അല്പമെങ്കിലും കാരുണ്യം ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ശ്രീരാമദേവ തത്വം എനിക്ക് ഉപദേശിച്ച് തരണം. കാരണം ഭക്തന്മാർക്ക് ഉപദേശം കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ദേവി ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്കും ആകാംക്ഷയുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ കഥ കേൾക്കാൻ. ആ തത്വം എനിക്ക് ഉപദേശിച്ച് തരണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോ ഉപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു. കേട്ടതുമൂലം സന്തോഷം അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. അങ്ങനെ ദേവി ചോദിക്കുകയും ചെയ്തു, അതുപോലെ ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? ഈ ധർമ്മങ്ങൾ, ക്ഷേത്ര ഉപവാസ ഫലത്തിൻ്റെ, യാഗഫലത്തിൻ്റെ, തീർത്ഥസ്നാനം ചെയ്തുള്ള ഫലം, ദാനം ചെയ്തുള്ള ഫലം, ഇതൊക്കെ എനിക്ക് ഒന്നൊഴിയാതെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ അത് പറഞ്ഞു കൊടുത്ത് നിന്തിരുവടി അരുൾ ചെയ്ത് കേട്ട് അതുമൂലം സന്തോഷം അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്കമൂല അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. അങ്ങനെ ബന്ധമോഷങ്ങളുടെയൊക്കെ കാരണം കേട്ടപ്പോൾ അന്ധത്വം, ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ, അന്ധത്വം വെച്ചാൽ അറിവില്ലായ്മ, നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അറിവുണ്ടാകും. അപ്പോൾ എന്ത് വന്നു? അന്ധത്വമൊക്കെ മാറിപ്പോയി. ദേവിയുടെ അകത്ത് ഉള്ളിൽ പ്രകാശമുണ്ടായി. എല്ലാം ഭഗവാന്റെ ഉപദേശം കേട്ടപ്പോൾ അന്ധത്വമെല്ലാം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ഭഗവാനെ, എൻ്റെ ഉള്ളിലെ അന്ധകാരങ്ങളൊക്കെ മാറി എന്ന് ഭഗവാനോട് ദേവി തന്നെ പറയുന്നു. എന്താ ബന്ധമോഷങ്ങൾ? ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടാണ്. സ്വന്തവും ബന്ധമൊക്കെ ഉള്ളതാണ് കെട്ടുകൾ. ഈ കെട്ടുകൾ അറ്റ് പോകണം. ഉപദേശങ്ങൾ കേട്ട് വരുമ്പോൾ ബന്ധം അങ്ങ് പോകും. അപ്പോഴിവിടെ എന്താ പിന്നെ ഉള്ളത്? മോക്ഷം. ബന്ധവും മോക്ഷവും കൂടാണ്. നമുക്ക് എന്താണ് ആവശ്യം? ബന്ധമാണോ നമുക്ക് മോക്ഷമാണോ വേണ്ടത്? ബന്ധം എന്ന് വെച്ചാൽ ഈ ലോക ചിന്തകളാണ്.
എല്ലാത്തിലും കെട്ടി കെട്ടി ഒരു കെട്ട് പിടിച്ച് കിടക്കും. അമ്മ, അച്ഛൻ, മക്കള്, ധനം, ഇങ്ങനെയുള്ള ഈ ലോക ചിന്തകളില്ല. എൻ്റേത്, എൻ്റെ കുട്ടികൾ, ഇങ്ങനെയുള്ള കെട്ടാണ്. ആ കെട്ടിൽ നിന്നെല്ലാം മോചനം വരുമ്പോഴാണ് നമുക്ക് മോക്ഷം ഉണ്ടാകുന്നത്. കെട്ടും മോഷണം ഒന്നിച്ച് കിട്ടത്തില്ല. കെട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് കെട്ടുകൾ അറ്റു പോകണം. അതിൽ നിന്നെല്ലാം വിടുതൽ വേണം. അതെല്ലാം വിരക്തി വേണം. എല്ലാം നമുക്ക് കെട്ടാം, പക്ഷേ അതിനകത്ത് മനസ്സ് വേണ്ട. നമ്മുടെ മക്കളും എല്ലാം നമ്മൾ തന്നെ, പക്ഷേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടൊക്കെ തന്നെ, അത് മനസ്സിൽ അങ്ങോട്ട് കെട്ടിവെക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. വീടും ധനവും ഒന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണെങ്കിലും ഭഗവാനിൽ തന്നെ കെട്ടിടണം. അപ്പോൾ നമുക്ക് എന്തുവരും മോക്ഷം കിട്ടും. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നു കൂടി ചേതസി ജഗൽപതേ. അപ്പോൾ ഭഗവാനെ, എൻ്റെ അന്ധത്വമെല്ലാം മാറിപ്പോയി ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല അതു ചൊല്ലുവാൻ. എനിക്കതിന് യോഗ്യത ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് കേൾക്കാൻ യോഗ്യതയും കൂടെ വേണം. ദേവിയായാലും നമ്മൾ ആരായാലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്കതിന് യോഗ്യതയും കൂടെ ഉണ്ടോ എന്ന് അറിയണം. അത് ദേവി അതിന് മുമ്പായിട്ട് തന്നെ ചോദിക്കുന്നു. ഞാനത് കാരുണ്യാംബുധേ പാരം ആഗ്രഹം എനിക്കുണ്ട്. ഞാനതിന് പാത്രമെങ്കിൽ ഞാനതിന് യോഗ്യതയാണോ എന്നിൽ ഉപദേശിച്ച് തരാൻ? എന്നാൽ എനിക്ക് കേൾക്കാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടോ ഭഗവാന്റെ ഉപദേശം കേൾക്കാൻ? അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ അതെനിക്ക് കാരുണ്യാംബുധേ കനിഞ്ഞ് എനിക്ക് അരുളി ചെയ്തിടണം. അത് പറഞ്ഞാൽ എനിക്ക് മറ്റാരുമില്ല, ഭഗവാനല്ലാതെ, പരമേശ്വരനല്ല, നിന്തിരുവടി ഒഴിഞ്ഞില്ല എന്ന് ചൊല്ലുവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്ത് അതു കേട്ടു തെളിഞ്ഞു ദേവൻ. അപ്പോൾ ഇത്രയും ചോദിച്ചപ്പോൾ ഭഗവാൻ, ഈശ്വരി കാത്യായനി, ഈ ദേവി ഇതത്രയും ചോദിച്ചപ്പോൾ ഭഗവാന് ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദിച്ചപ്പോൾ ഭഗവാൻ തെളിഞ്ഞു. സന്തോഷമായി. ഭഗവാൻ ഇങ്ങനെയുള്ള ചോദിച്ചല്ലോ, ആരും ചോദിക്കുകയില്ല. ഇതെത്രയും ചോദിച്ചപ്പോൾ ഭഗവാൻ അത്രമാത്രം ആനന്ദം ഉണ്ടായി. ഈ ദേവി ഇങ്ങനെ ചോദിച്ചല്ലോ അറിയാൻ. അപ്പോൾ ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. അങ്ങനെ ഭഗവാൻ മന്ദഹാസം കൊണ്ട് ദേവിയെടുത്ത് പറയുന്നു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. അപ്പോൾ ഭഗവാൻ അത്രമാത്രം സന്തോഷമായപ്പോൾ ധന്യേ, എത്രമാത്രം വിളിക്കുന്നേ ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊരു ഭർത്താവും ഭാര്യയാണ്. ഭാര്യയെ വിളിക്കുക ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ പലയിടത്തും ഭഗവാന്റെ കാര്യങ്ങൾ ഒരു ഭാഗവത പാരായണോ അല്ലെങ്കിൽ ഭക്തിപരമായ എന്തെങ്കിലും ചെല്ലുവാണെങ്കിൽ ചില ഭർത്താക്കന്മാർ ഇവർക്ക് എപ്പോഴും ഇതേ ഉള്ളൂ, ഇവർക്ക് എപ്പോഴും ഇതൊക്കെ തന്നെ ഉള്ളൂ, ഈ ദൈവകാര്യങ്ങളെ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഭർത്താവ് പലയിടത്തും ഉണ്ട്. ഇവിടെ പരമേശ്വരൻ എന്താ വന്നത്? അത്രത്തോളം സ്നേഹം കൂടി ഇങ്ങനൊരു കാര്യം ചോദിച്ചല്ലോ എന്നുള്ള സന്തോഷം അങ്ങേ അറ്റമായപ്പോൾ ഭഗവാൻ ദേവിയെ വിളിക്കുക. എന്താ വിളിക്കുന്നേ? ഇവിടെയുള്ളവർ, നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇഷ്ടമല്ലാത്തൊരു ഭർത്താവ് ദേഷ്യമാണെങ്കിൽ എന്ത് വരിക്കും? ഇങ്ങനെയാണോ വിളിക്കുക? ധന്യെന്നൊക്കെ ആണോ വിളിക്കുക? പേര് തന്നെ നല്ലതായിട്ടൊന്നും വിളിക്കത്തില്ല. അതുകൊണ്ട് ധന്യേ, ആ ദേവൻ ഭഗവാൻ പരമേശ്വരൻ ദേവിയെ വിളിക്കുക. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. അപ്പോൾ ഭഗവാൻ എത്രമാത്രം സന്തോഷം ഉണ്ടാകും. കാരണം ഭഗവാന് ചേരുന്നല്ലോ എന്ന് ഭഗവാൻ തന്നെ ചിന്തിക്കുന്നു. എൻ്റെ ഭാര്യ, അതായത് പാർവതി ദേവി എന്നോളം വരുന്നുണ്ടല്ലോ, എന്നോടുള്ള ഭക്തി അത്രമാത്രം ഉണ്ടല്ലോ, ഈശ്വരകാര്യങ്ങൾ അറിയാൻ, പരമാത്മാവായ ശ്രീരാമൻ്റെ കഥ അറിയാൻ ഇത്രമാത്രം ആകാംക്ഷ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എത്ര നല്ല സുന്ദരമായിട്ടാണ് വിളിച്ചേക്കുന്നത്. ഞാൻ വിളിക്കണക്കൊന്നല്ല. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം.
അങ്ങനെ മനസ്സിൽ വന്നത് അത്രത്തോളം മഹാഭാഗ്യമാണ്. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥേ. ഭക്തന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഭക്തന്മാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ദേവി പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോഴെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെയും നിന്നാണ് ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഇങ്ങനെ ഉപദേശം കൊടുക്കണമെന്ന് ആരും എന്നോട് ചോദിച്ചതില്ല. ഞാനും നിന്നാണ്, ദേവി കൊണ്ട് ആണയിടുക, നിന്നാണ് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. അത്രത്തോളം ഉള്ളിൽ ചിത്തത്തിൽ വർദ്ധിച്ചു ആഗ്രഹം, എന്താ ഭക്തി അതിശയം, അത്രത്തോളം ഭക്തിയും ആ ഭഗവാൻ പുരുഷോത്തമൻ്റെ ഈ അറിവ് കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇത്രമാത്രം ആഗ്രഹം വർദ്ധിച്ചല്ലോ ചിത്തകാമ്പിൽ. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ഞാനിത് പറയാൻ കേട്ടുകൊള്ളുക. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ. ഭഗവാൻ ആരാണ്? ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ശ്രീരാമൻ പരമാത്മാവാണ്, പരമാനന്ദമൂർത്തിയാണ്. പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരനാണ്. ഏകാത്മാവായ പരമാത്മാവാണ്, പിതാവാണ് പരനും പരയും. അപ്പോൾ ഇവിടെ പരൻ ശ്രീരാമദേവനാണ്, സീത ആരാ? പര അമ്മയാണ്, ദേവിയാണ്. അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ. ദേവനാണ്, അനന്തനാണ്, ആദിനാഥനാണ്, ആദ്യത്തെ നാഥനാണ്. ഗുരു കാരുണ്യമൂർത്തി. നമുക്കെല്ലാം ഭഗവാൻ ഗുരുവാണ്. എല്ലാ മക്കൾക്കും മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രവർത്തിച്ചു തരും. എനിക്ക് തന്നെ ഇന്ന് ഇങ്ങനെ ഭഗവാനെ വയ്യല്ലോ, ആരോഗ്യത്തിന് അല്പം കുറവുള്ളതുപോലെ, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ടൊക്കെ ഇച്ചിരി ശക്തി കുറവുണ്ട്. അപ്പോൾ അങ്ങനെ അല്പം വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, ഭഗവാനെ എങ്ങനെയാണ് ഞാൻ ഇന്ന് ചൊല്ലുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഗുരുവാണ്. കൃഷ്ണനും രാമനും ഒക്കെ ഒന്നാണല്ലോ. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഗുരുവാണ്. പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമനാണ്. ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി. കാരുണ്യം ചൊല്ലുന്ന ഭഗവാൻ മൂർത്തി. എന്താ? ഗുരു. സർവ്വപേർക്കും ഭഗവാൻ ഗുരുവായിട്ട് എന്തെല്ലാം ഉപദേശങ്ങളാണ് ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനൊക്കെ. ഇപ്പം ശ്രീരാമനാണല്ലോ ലക്ഷ്മണൻ ഉപദേശം കൊടുത്തിട്ടാണല്ലോ പോകുന്നത് വനത്തിലേക്ക്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഗുരുവാണ്, നമുക്കെല്ലാവർക്കും നമ്മളെ കാത്തുകൊള്ളുന്ന ഗുരു, കാരുണ്യമൂർത്തി. അപ്പോൾ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗത് ഉത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ജഗത്തിൻ്റെ ഉത്ഭവവും സ്ഥിതിയും പ്രളയവും. അപ്പോൾ സൃഷ്ടിയും ചെയ്യുന്നു ഭഗവാൻ, പിന്നെ അതിനെ രക്ഷിക്കുന്നു, പിന്നെ പ്രളയം, അത് നമ്മളെല്ലാം ഹനിക്കുന്നു, അതാണ് പ്രളയം, മരണം. അപ്പോൾ ജഗത് ഉത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഇങ്ങനെയെല്ലാം ഉള്ള പരമാത്മാവാണ്. ഏകനാണ്, ആദ്യനാണ്, അനന്തനാണ്, ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ അജ്ഞാനികൾ എന്ത് പറയുന്നു? മനുഷ്യനാണെന്ന്. ആരാ പറയുന്നേ? അറിവില്ലാത്തവർ. മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, അറിവില്ലാത്തവർ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രീരാമൻ കൗസല്യയുടെയും ദശരഥ മഹാരാജൻ്റെയും മകനല്ലേ? എന്താ കാരണം? അറിയാത്തതുകൊണ്ട്. കർത്താവ് യേശു തമ്പുരാൻ പറയുന്നത്, നീ ഇന്നതെന്ന് അറിയാത്തതിനാൽ നിന്നോട് ക്ഷമിക്കണമെന്ന് ഭഗവാനോട് പറയും. പിതാവേ, ഇവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അവൻ അറിയാത്തതിനാൽ അവനോട് ക്ഷമിക്കണമേ. അതാണ് കാരണം. യേശു കർത്താവിനെ ഒറ്റ കൊടുക്കുമ്പോൾ എന്താ ഈ കർത്താവ് ആരാ എന്താന്ന് അറിയുന്നില്ലല്ലോ, അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെയും എങ്ങനെയാ പറയുക? ഇതുപോലെ നമ്മളും ഇതുപോലെ പറയണം, ഇന്നത് അവനറിയുന്നില്ല, അതുകൊണ്ട് ഇവനോട് ക്ഷമിക്കണമേ. ഇവിടെ മനുഷ്യനെന്ന് പറയുന്നു ഈ ജനങ്ങൾ. അവിടെ ഭഗവാൻ ശ്രീരാമൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ആർക്കും ഒരു വിഷമവും ഇല്ല. എന്താ കാരണം? അതിനെപ്പറ്റി എടുക്കേണ്ട കാര്യമില്ല, അറിഞ്ഞുകൂടാ.
ഈശ്വരനാണ്, പരമാത്മാവാണ്, ഏകനാണ്, അദ്വൈതമായ പരമാത്മാവാണ് എന്ന് അറിയാമെങ്കിൽ പറയത്തില്ലല്ലോ മനുഷ്യനാണെന്ന്. അതുകൊണ്ട് അറിവുള്ളവർ പറഞ്ഞാൽ മതി, പരമാത്മാവ് ശ്രീരാമൻ അങ്ങനെയാണെന്ന് നമുക്ക് അറിവുള്ളവർക്ക് മാത്രം പറഞ്ഞാൽ മതി. മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസമൃതമാകമൂലം. നമ്മുടെ മനസ്സ് മായ കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് അറിവില്ല, അന്ധത, ഇരുൾ കയറിയിരിക്കുന്നു. ഇരുൾ മാറണമെങ്കിൽ അറിവ് ചെല്ലണം. അറിവ് ചെന്നെങ്കിലേ ആ അഴുക്കിനെ മാറ്റി അവിടെ പ്രകാശം തെളിയിട്ട് പരമാത്മാവ് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുവരെ നമുക്ക് എന്ത് വരും? മാനസം, മനസ്സ് മായാതമസമൃതമാകമൂലം, ഈ മായയിൽ ചുറ്റിപ്പറ്റി ഇരുൾ കയറി കിടക്കുന്നതുകൊണ്ടാണ്. സീതാരാഘവ മരുത്സൂന് സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. ഈ മോക്ഷസാധനമായിരിക്കുന്ന സീതാരാഘവ മരുത്സൂന്, മാരുതപുത്രനായ ഹനുമാനും ശ്രീരാമനും സീതാദേവിയായിട്ടുള്ള സംവാദം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്കതി കണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യപുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി ഇവരെല്ലാം സേവിക്കുന്നു ഭഗവാനെ. കീകസാത്മജൻ വിഭീഷണൻ, മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരായ സഹോദര വീരന്മാരാലും എല്ലാവരും വസിഷ്ഠാദികളും എല്ലാം സേവിക്കുന്നു ലോകേശാത്മജനായ ഈ പരമാത്മാവായ ഈ ശ്രീരാമനെ. ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ചും. ലോകത്തിന് മുഴുവൻ കേൾക്കത്തക്ക ചരിതം ഭഗവാന്റെ ഈ ചരിത്രം രാമായണം, അത് കേട്ട് കേട്ട് ആനന്ദിക്കണമെന്നാ. നമുക്ക് ആനന്ദമുണ്ടോ? നമുക്കും ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷവും സ്നേഹവും ഭഗവാനോട് വർദ്ധിക്കുകയും വേണം, ആനന്ദം അറിയുകയും ചെയ്യണം. നമ്മൾ അങ്ങനെ ആയിത്തീരണം. ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ചും നിർമ്മല മണ്ഡല സൽകാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാർ ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. ഇങ്ങനെ സന്തോഷമായിട്ട് ജാനകിയോടും കൂടി സിംഹാസനത്തിൽ നിർമ്മല മണ്ഡല സൽകാഞ്ചന സിംഹാസനത്തിൽ ഇരിക്കുന്നു പരമാത്മാവായ ശ്രീരാമനും ജാനകി അമ്മയും ദേവി. എന്നിട്ട് എന്താ കാണുന്നത്? ആരാ? പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറ് ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നു. ആരാ? വന്ദിച്ച് നിൽക്കുന്നു ഒരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി കണ്ടു. എന്നിട്ട് ആ കാരുണ്യമൂർത്തി പറയുന്നു, മന്ദഹാസവും കൊണ്ട് സീതയോട് അരുൾ ചെയ്തു. അത്രമാത്രം ആരെ കണ്ട്? ഹനുമാനെ വന്ദിച്ച് നിൽക്കുന്ന ഈ ശ്രീരാമൻ്റെ സീതയുടെ മുമ്പിൽ ഇങ്ങനെ വന്ദിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ. അപ്പോഴും ഭഗവാൻ പറയുന്നു, മന്ദഹാസം കൊണ്ട് പുഞ്ചിരിയോടുകൂടി സീതയോട് പറയൂ ആ ശ്രീരാമൻ, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ. സുന്ദരരൂപേ ദേവി, ഹനുമാനെ നീ കണ്ടില്ലയോ? നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരമും ഇവൻ. ഈ ഹനുമാൻ നീ കണ്ടില്ലേ? നിന്നിലും എന്നിലും എപ്പോഴും എപ്പോഴും അദ്ദേഹത്തിൻ്റെ തൊഴിലെന്താ? രാമ സീത രാമ സീത രാമ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ഹനുമാനാണ്. അതുകൊണ്ട് നിന്നിലും എന്നിലും ഉണ്ടൽ എല്ലാ നേരവും ഇവൻ. തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ, ഒരു ഭാവവ്യത്യാസവും ഇല്ല. സീത എന്ന് പറഞ്ഞാലും ശ്രീരാമൻ എന്ന് പറഞ്ഞാലും ഭേദമില്ല, ഒന്നായി കാണുന്നു. അവിടെ ഏറ്റക്കുറച്ചിലില്ല. ഇവിടെ ഇത് ദേവി പെണ്ണല്ലേ, മറ്റത് പുരുഷനല്ലേ എന്നൊന്നുമില്ല. അവിടെ അമ്മയും അച്ഛനെയും എങ്ങനെയാണ് ഒരു മകൻ കാണുന്നത്? അതിനേക്കാൾ ഒരു ഭക്തിയും ബഹുമാനവും എല്ലാം അത്രത്തോളം സ്നേഹിച്ച് ഭക്തിപൂർവ്വം നിൽക്കുന്ന ഹനുമാനെ നീ കണ്ടായല്ലേ? എന്നിലും നിന്നിലും ഒരു അഭേദവും ഇല്ലല്ലോ, ഒരു ഭേദവും. എപ്പോഴും ഒരുപോലെ നമ്മളെ രണ്ടുപേരെയും അദ്ദേഹം സ്നേഹിക്കുന്നു ഭക്തിയായിട്ട്.
ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ. ധന്യേ ഈ ഹനുമാന് എപ്പോഴും പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു ഒന്നിലും ഈ ലോക ചിന്തയിൽ ഒരു ആശയമില്ല. എപ്പോഴും എന്താ ആശ? പരമാത്മജ്ഞാനം. എപ്പോഴും ഭഗവാനെ എന്നുള്ള ചിന്തയും ജ്ഞാനം, ആത്മജ്ഞാനത്തെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അല്ലാതെ ഒരാശയും മറ്റൊന്നിലും ഇല്ല. നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരവും ആശയമില്ലല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇവൻ അതിന് പാത്രമായി. ദേവി നേരത്തെ ചോദിച്ചായിരുന്നു, എന്നോട് കരുണയുണ്ടെങ്കിൽ ഞാനതിന് ആ പാത്രമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള എനിക്കതിന് യോഗ്യത ഉണ്ടല്ലോ, എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതുപോലെ ഹനുമാന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഇന്നിവൻ പാത്രമായി. എപ്പോഴും മറ്റൊരു ചിന്തയില്ല. നമുക്ക് ആർക്ക് മറ്റു ചിന്തയില്ല എന്ന് എപ്പോൾ തോന്നുന്നു, അപ്പോഴാണ് ആത്മജ്ഞാനത്തിന് ഉറച്ച വിശ്വാസവും അത് മുന്നോട്ട് പോകാനുള്ള അത്രമാത്രം താല്പര്യം അതിലാണ് ഉണ്ടാകുക. ഈ ലോക ചിന്തയിൽ കിടക്കുന്നവർക്ക് ആർക്കും ഇത് പറഞ്ഞിട്ടില്ല. കാരണം അവർ അത് കൊണ്ട് പോകത്തില്ല. ഈ ലോക ചിന്തയിലേക്ക് അവർ വഴി അങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്നിലും നിന്നിലും ഒരു ഭേദം ഒരേപോലെയാണ്. നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ഒരു ഭാവവ്യത്യാസം കൂടാതെ ഒരേ അളവും തൂക്കത്തിൽ തന്നെ ഭക്തി രണ്ടുപേരിലും ഉണ്ട്. നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയമില്ലല്ലോ. വേറൊന്നിലോട്ടും ആശയില്ല ഈ ഹനുമാന്. നിർമ്മലൻ, അതുകൊണ്ട് അവൻ നിർമ്മലനാണ്. നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ. ഇവന് കൊടുക്കാം. ഈ ആത്മജ്ഞാനം ഉപദേശിക്കാൻ കൊള്ളാം. ഇവൻ മറ്റൊന്നിലും ചിന്തയില്ല. എപ്പോഴും പരമാത്മജ്ഞാനത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ആഗ്രഹം അതാണ്. നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ. ആരെല്ലാം ബ്രഹ്മചാരുണ്ടോ അതിലെല്ലാം മുൻപനാണ് ഹനുമാൻ. ബാക്കിയെല്ലാവരും പുറക്ക നിൽക്കത്തേ ഉള്ളൂ. അത് ഭഗവാന് മനസ്സിലായി. കൽമഷം ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും ഇവനൊരു കൽമഷവും ഇല്ല, ഒരു വിഷമോ ഈ ലോക ചിന്തയിൽ ചിന്ത ഉണ്ടെങ്കിലേ വിഷമം ഉണ്ടാവൂ. എന്തിനാ പിന്നെ വിഷമിക്കേണ്ട കാര്യം? കൽമഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഈ ലോക ചിന്ത കൊണ്ട് വിഷമങ്ങൾ ദുരിതങ്ങളും ആണല്ലോ ഈ ലോക ചിന്ത. അപ്പോഴാണ് നമുക്ക് കൽമഷം ഉണ്ടാകുന്നത്. ഇതിനെല്ലാം തള്ളിക്കളഞ്ഞാൽ എങ്ങനെ വിഷമം ഉണ്ടാകുന്നത്? എപ്പോഴും ഈശ്വര എന്നുള്ള ചിന്തയല്ലേ പിന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ വിഷമങ്ങൾ എപ്പോഴും ശാന്തി സമാധാനമൊക്കെയാണ്. അത് ഹനുമാൻ അതാണ്. അതുകൊണ്ട് കൽമഷം ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും അവനൊരു പാപവും അതുകൊണ്ടില്ല. കൽമഷിച്ച പാപം, ഒരു പാപവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. സീതയുടെ മനോരഥം, ഉള്ളിലിരിക്കുന്ന അറിവ്, ആ മനോരഥം നീ അവന് പറഞ്ഞു കൊടുക്കണം. നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. അതുകൊണ്ട് നമ്മുടെ തത്വം, ഇവിടെ ദേവിയും ദേവനുമായിരിക്കുന്ന മാതാപിതാക്കളായിരിക്കുന്ന സീതാദേവിയുടെയും പരമശിവൻ്റെയും സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും തത്വം ഇപ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സീതയുടെ കാര്യം സീത തന്നെ പറയണം, ശ്രീരാമൻ്റെ കാര്യവും സീത പറഞ്ഞു കൊടുക്കണം. നമ്മുടെ തത്വം, ശ്രീരാമൻ ആരാണ്, സീത ആരാണ്, ഈ തത്വം ഉപദേശിച്ചു കൊടുക്കണം ഈ ഹനുമാന്. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ബ്രഹ്മോ ഉപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനം. കാരണം ഇത് ബ്രഹ്മോ ഉപദേശത്തിന് ദുർലഭമാണ്. ആർക്കും ഇത് ആവശ്യമില്ല. ഈ ലോക ചിന്തയിൽ എല്ലാവർക്കും എല്ലാം വേണം. ഇതാ എന്താ വേണ്ടാത്ത എല്ലാം വേണം. ഭഗവാനെ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞു. പക്ഷേ ആത്മീയമായ നിറവ് വേണമെന്ന് പറയാറ് ദുർലഭമാണ്. എന്നാൽ ഇവനാണെങ്കിലോ പാത്രം ഇവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. അത്രമാത്രം ഉത്തമന്മാരിലും ഉത്തമോത്തമനടോ. ഉത്തമോത്തമൻ വെച്ചാൽ ഉത്തമന്മാരിലും ഉത്തമനാണടോ എന്ന് ദേവിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീരാമദേവൻ്റെ തത്വം മനസ്സിലാക്കി കൊടുക്കണം. അത് ദേവി പിന്നെ ഇത് ആർക്ക് ഉപദേശം കൊടുക്കുന്ന? പരമശിവൻ പാർവതിക്ക് ശ്രീരാമൻ്റെ സീതയുടെയും ഹനുമാൻ്റെയൊക്കെ സംവാദങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഉപദേശം കൊടുക്കുന്നതാണ്, പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രീരാമൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഹനുമാനടുത്ത് ശ്രീരാമൻ പറയുന്നതായിട്ടാണ് കൊടുക്കുന്നത്. ശ്രീരാമനാണല്ലോ ഹനുമാനായിട്ട് സംസാരിക്കുന്നത്. ഉത്തമനാണ്, ബ്രഹ്മജ്ഞാനികൾ മുമ്പനടോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാ? ശ്രീരാമൻ സീതയോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥ
ആര് പറഞ്ഞു കൊടുക്കുന്നു? പാർവതീദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നു ഈ നടക്കുന്ന സംഭവങ്ങൾ. ശ്രീരാമൻ്റെയും സീതയുടെയും ഹനുമാന്റെയും കഥ പാർവതീദേവിക്ക് ഉപദേശം കൊടുക്കുവാണ്. ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. അപ്പോൾ ശ്രീരാമദേവനേവം ഇങ്ങനെ അരുളി ചെയ്ത നേരം മാരുതി തന്നെ, ആ ഹനുമാനെ മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. സീതാദേവി വിളിച്ച് അരുളി പറയുന്നു. സീതാദേവിയാണല്ലോ ഹനുമാന് ഉപദേശം കൊടുക്കുന്നത്. ഈ കഥ പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈ കഥ, ഇങ്ങനെ ആണ് സന്ദർഭങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രീരാമനാണ് ഇത്. ദേവി നമ്മൾ രണ്ടിലും ഒരു ഭേദവും വ്യത്യാസവും ഇല്ല. ഹനുമാന് രണ്ടുപേരെയും ഒരേപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ തത്വങ്ങളെല്ലാം അവന് മനസ്സിലാക്കി കൊടുക്കണം, നമ്മുടെ കഥകൾ, തത്വങ്ങൾ. അങ്ങനെ അപ്പോൾ പറയുന്നു, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലും നീ. അപ്പോൾ നായകക്കല്ലാണ്, വീരന്മാർ ചൂടുന്ന മകുടത്തിൻ നായകക്കല്ലാണ്. കാരണം ഇതിനപ്പുറത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. ബ്രഹ്മജ്ഞാനികളിൽ ഒന്നാമനാണ്. ആത്മജ്ഞാനത്തിന് ഇവൻ എല്ലാത്തിനും നിറവോടുകൂടി നിൽക്കുന്നതാണ്. ഇതിനപ്പുറം വേറെ ഇല്ല. ഉത്തമനാണെന്ന് കേട്ടപ്പോൾ വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര. അത്രമാത്രം ശ്രീരാമനിൽ ഭക്തനാണ്. ഭക്തപ്രവര കേട്ടാലും നീ. സമയം പോയി. നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.